ഉച്ചയ്ക്ക് 2:30 ദർബാർ ഹാളിൽ നിന്ന് VSന്റെ ഭൗതിക ശരീരവുമായി തുടങ്ങിയ വിലാപയാത്രയാണ് ഇപ്പോൾ ഏറെക്കുറെ 8 മണിക്കൂറോളം പിന്നിടുന്നു. തിരുവനന്തപുരം വിട്ടിട്ടില്ല. ഒരു 3 മണിയോടെയൊക്കെ കഴക്കൂട്ടത്തേക്ക് എത്തിച്ചേരുമെന്നായിരുന്നു തുടക്കത്തിൽ പാർട്ടി പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ കഴക്കൂട്ടത്തെത്തിയത് 7:30 ആയപ്പോഴാണ്. ആൾത്തിരക്ക് മൂലം വിലാപയാത്ര കരുതിയതിലും ഏറെ വൈകിയാണ് ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ മഴ പെയ്തു. പക്ഷെ മഴ പെയ്തപ്പോഴും വിലാപയാത്രയുടെ യാത്ര എവിടെയും നിൽക്കുകയോ തടസ്സപ്പെടുകയോ ചെയ്തില്ല. ആളുകൾക്ക് ചെറിയ തോതിലുള്ള പ്രയാസങ്ങൾ ഉണ്ടായത് മാത്രമാണ് അവിടെ സംഭവിച്ചത്. പലയിടങ്ങളിലും വികാരഭരിതമായ രംഗങ്ങളും ഉണ്ടായി. വയോധികരും സ്ത്രീകളും കുട്ടികളുമടക്കം പലരും വിതുമ്പലോടെ മുഷ്ടി ചുരുട്ടി റെഡ് സല്യൂട്ട് പറയുന്നത് കാണാമായിരുന്നു. പാർട്ടി നിശ്ചയിച്ച സമയക്രമം തുടക്കത്തിൽ തന്നെ പിഴച്ചതാണ്. അതിന് നാളെ പൂർണ്ണമായും പിഴക്കാൻ പോകുന്നു എന്നുള്ള ചിത്രം കൂടി കാണണം. കാരണം പാർട്ടി നിശ്ചയിച്ചത് പ്രകാരം നാളെ 4 മണിക്ക് വലിയ ചുടുകാട്ടിൽ സംസ്കാരം നടക്കണം. അതിനു മുമ്പ് ഇന്ന് രാത്രി 9 മണിയോടുകൂടിയെങ്കിലും ആലപ്പുഴയിൽ വേലിക്കകത്ത് വീട്ടിലേക്ക് ഭൗതികദേഹം എത്തിച്ചേരേണ്ടതായിരുന്നു. അത് നടന്നില്ല. ജില്ലാ കമ്മിറ്റി ഓഫീസിൽ രാവിലെ 10 മുതൽ 11 മണി വരെ പൊതുദർശനം പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെ നടക്കും എന്ന് അറിയില്ല. റിക്രിയേഷൻ ക്ലബിലാണ് പിന്നെ 11 മുതൽ 3 മണി വരെ നീണ്ട സമയം പൊതുദർശനമുള്ളത് നാളെ പകൽ. ആ സമയവും പാലിക്കാൻ കഴിയില്ല. പിന്നീട് റിക്രിയേഷൻ ക്ലബിൽ നിന്ന് വിലാപയാത്ര 3 മുതൽ 4 വരെ വലിയ ചുടുകാട്ടിലേക്ക്. ആ സമയക്രമമൊക്കെ പാർട്ടി നിശ്ചയിച്ച സമയക്രമമൊക്കെ പൂർണ്ണമായും പാളുന്ന അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ ഈ വിലാപയാത്ര കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. RB സനൂപുണ്ട്. സനൂപ്, 10:05 പിന്നിടുന്നു. ആറ്റിങ്ങലിലേക്ക് എത്തിയോ? എപ്പോഴും ഈ വിലാപയാത്ര ആറ്റിങ്ങിലേക്ക് എത്തിയിട്ടില്ല. മാമത്ത് നിൽക്കുകയുള്ളൂ. മാമം കഴിഞ്ഞാൽ അടുത്ത പോയിന്റാണ് ഇനി ഈ ആറ്റിങ്ങലിലുള്ള എന്ന് പറയുന്നത്. കഴിഞ്ഞതിന് ശേഷമാണ് ഈ ആറ്റിങ്ങലിലുള്ള ബസ് സ്റ്റാൻഡിലേക്ക് കടക്കുക. നേരത്തെ കോരാണി 18ാമത്തെ പോയിന്റായിട്ടുള്ള കോരാണി കഴിഞ്ഞ് ഇപ്പൊ മാമം എന്ന സ്ഥലത്തേക്കാണ് വിലാപയാത്ര കയറിയത്. ഇവിടെ ഈ 3 മുക്കി VSന്റെ ഭൗതികദേഹം അദ്ദേഹത്തിന് ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി വലിയ ഒരു ജനക്കൂട്ടത്തിന് കണ്ടതിന് തൊട്ടടുത്ത് അതേപോലത്തെ രീതി വലിയ ജനക്കൂട്ടം ഇപ്പോ ഈ 3 പ്രദേശത്തും അണിനിരന്നിട്ടുണ്ട്. ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉദ്ദേശിച്ചതിനേക്കാൾ ഒത്തിരി സമയമെടുത്തുകൊണ്ടാണ് ഈ വിലാപയാത്ര ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലൂടെ മുന്നോട്ട് പോകുന്നത്. ഉദ്ദേശിച്ച സമയം 8 മണിക്ക് ആലപ്പുഴ വീട്ടിലെത്തണമെന്നായിരുന്നു. പക്ഷേ അതൊന്നും തന്നെ നടന്നില്ല. കാരണം പല പോയിന്റുകളിലും ഒരുപാട് ജനങ്ങൾ തിങ്ങി നിറഞ്ഞുകൊണ്ട് അവസാനമായി തന്നെ കാണുന്നതിന് വേണ്ടി കാത്തുമായിരുന്നു. മഴയെ പോലും അവഗണിച്ചുകൊണ്ട് ഈ വിലാപയാത്ര കടന്നു പോകുന്ന വഴികളിലെല്ലാം ജനം തിങ്ങിക്കൂടി നിൽക്കുകയാണ്. നേരത്തെ തന്നെ CPM പട്ടിക പുറത്തുവിട്ടിരുന്നത് ഏതൊക്കെ പോയിന്റിലായിരിക്കും ഈ വിലാപയാത്രയിൽ അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി ജനങ്ങൾക്ക് അവസരം കൊടുക്കുവാനുള്ള കാര്യം. അതായിട്ടാണ് ഓരോ പോയിന്റിലും ഇങ്ങനെ വലിയ രീതിയിലുള്ള ജനക്കൂട്ടം തിങ്ങിയിട്ടുള്ളത്. കഴക്കൂട്ടം നമ്മൾ കണ്ടതാണ് എത്രത്തോളം ജനങ്ങളാണ് ദേശീയപാതയിൽ ഈ VSനെ ഒന്ന് കാണുന്നതിന് വേണ്ടി നിന്നോ എന്നുള്ള കാര്യം. അതിന് സമാനമായിട്ടാണ് ഇപ്പോൾ ഓരോ പോയിന്റിലും രാത്രി വൈകിയും ഈ ജനം തിങ്ങി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉദ്ദേശിച്ച സമയമെല്ലാം തന്നെ VSന്റെ കാര്യത്തിൽ മാറി മറിയുന്നു. VS പണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു അതായിരുന്നു അന്നത്തെ സമയം. ആ സമയം പോലെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ മരണത്തിലും ഈ സമയം വന്നിരിക്കുന്നു. സമയം നിശ്ചയമില്ല. അതായത് VSന്റെ ഭൗതികദേഹം വരുമോ അതാണ് ഇവിടെയും സമയം എന്ന് പറയുന്നത്. ആ സമയത്തിനനുസരിച്ച് ഈ വിലാപയാത്രയിൽ ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. ഇനി ഈ കുറച്ച് പോയിന്റുകൾ കൂടി തിരുവനന്തപുരം ജില്ലയിൽ ബാക്കിയുണ്ട്. അത് ഈ ആറ്റിങ്ങലിലുള്ള 2 പോയിന്റിന് ശേഷം പിന്നെ കച്ചേരി നടയും ആലങ്കോടും കടുവയിലും കല്ലമ്പലവും നാവായിക്കുളവും 28ാം മൈലും കഴിഞ്ഞ് മാത്രമാണ് ജില്ലാ അതിർത്തിയായിട്ടുള്ള കടമ്പാട്ടുകോണത്തെ അവസാന പോയിന്റിൽ എത്തുക. അത് 27ാമത്തെ പോയിന്റാണ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് കൊല്ലം ജില്ലയിലേക്ക് കടക്കുക, പാരിപ്പള്ളിയിലേക്ക് കടക്കുക. അതുകൊണ്ട് തന്നെ ഇത്രയും സമയമെടുത്ത് 2 മണിക്കാണ് ഈ വിലാപയാത്ര പൊതുദർശനം ദർബാർ ഹാളിലെ പൊതുദർശനത്തിന് ശേഷം പാളയത്ത് നിന്ന് തുടങ്ങിയത്. അതിന് ആ വിലാപയാത്ര പ്രതീക്ഷിച്ചതിനേക്കാൾ ഒരുപാട് വൈകിയാണ് എത്താൻ കഴിയുന്നത്. കാരണം അത്രത്തോളം ആളുകൾക്ക്
ഈ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ട അവസരമൊരുക്കി ഓരോ പോയിന്റിലും എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിൽ VS-നെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് അങ്ങനെ അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ട് പോകാനുള്ള സൗകര്യമൊക്കെ ഒരുക്കി കൊടുത്തു തന്നെയാണ് പോകുന്നത്. ഇപ്പോഴും തിരുവനന്തപുരം ജില്ല പിന്നിട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ 2 മണിക്ക് തുടങ്ങിയ വിലാപയാത്ര ഇപ്പോൾ സമയം 10 മണി കഴിയുമ്പോഴും തിരുവനന്തപുരത്തെ ആറ്റിങ്ങൽ പോലും എത്തിയിട്ടില്ല. മാമത്തൂടെ സഞ്ചരിക്കുകയാണ്. ഇപ്പോഴും വലിയ ജനാവലികളുടെ ആ വിപ്ലവ സൂര്യന് അവർ ഈ ആവേശോജ്വലമായ യാത്രയപ്പ് നൽകുന്ന കാഴ്ച എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കൈക്കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ ആബാലവൃത്തം ജനങ്ങൾ വന്ന് അണിനിരന്നുകൊണ്ട് എല്ലാ രീതിയിലും അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ യാത്രയപ്പ് നൽകി വിടുകയാണ്. അത് പാർട്ടി പ്രവർത്തകർ മാത്രമല്ല, VS-നെ ഇഷ്ടപ്പെടുന്ന എല്ലാ ജനവിഭാഗവും ഈ റോഡിന്റെ ഇരുവശത്തായിട്ട് അണിനിരക്കുന്നത് നമുക്ക് കാണാം. ഞാൻ നേരത്തെ ഉള്ള ലൈവിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നതാണ് മഴ പെയ്തിരുന്നു എന്നുള്ള കാര്യം. തിരുവനന്തപുരത്ത് ഈ പൊതുദർശനം നടക്കുന്ന സമയത്ത് തന്നെ മഴ പെയ്തിരുന്നു. പക്ഷെ ആ മഴയെ അവഗണിച്ചും ജനം ഇപ്പോഴും ഇവിടെ തിങ്ങിക്കൂടി നിൽക്കുകയാണ്. ഇപ്പോൾ മഴ പെയ്യുന്നില്ലെങ്കിൽ പോലും ആ സമയത്ത് മഴ പെയ്ത സമയത്ത് തന്നെ എല്ലാവരും ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ വിലാപയാത്ര അല്പസമയത്തിനകം തന്നെ ആറ്റിങ്ങലിലുള്ള 3 മുക്ക് ജംഗ്ഷനിലേക്ക് എത്തുന്നതാണ്.